കഴിഞ്ഞ ദിവസം ഡൽഹി കേരള ഹൗസിൽ നടന്ന ഓണപരിപാടിക്കിടയിൽ അതായത് നമ്മുടെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി ടീച്ചറിനെ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ വേദിയിലോട്ട് ക്ഷണിച്ച ഒരു സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആ നടന്ന സംഭവത്തിനെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ട്രോളുകളൊന്നുമില്ല, എല്ലാം പോസിറ്റീവായിട്ട് തന്നെയുള്ള പോസ്റ്റുകളാണ് വരുന്നത്. അപ്പം അതിൻ്റെ അടിയിൽ വരുന്ന കുറേ കമൻറ്റുകളുണ്ട്. ഇതായിരിക്കണം മുഖ്യമന്ത്രി, ഇതാണ് കേരളം ആഗ്രഹിച്ച മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ആഗ്രഹിച്ച മുഖ്യമന്ത്രിയെ തന്നെ നമുക്ക് കിട്ടി. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, PK ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചർ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ഒരാളല്ല, MP ആയിട്ടിരുന്നിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, നമ്മുടെ കേരളത്തിൽ മന്ത്രിയായിരുന്ന ഒരാളാണ്. അപ്പം അവിടെ മുഖ്യമന്ത്രി അവിടെ കയറി നിൽക്കുമ്പോൾ അന്ന് ആ സമയത്ത് VD സതീശൻ, അതായത് ശ്രീമതി ടീച്ചർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് VD സതീശൻ വെറും MLA മാത്രമാണ്. അദ്ദേഹം ആ സമയത്ത് മന്ത്രിയൊന്നും അല്ല, MLA ആണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പോലും അദ്ദേഹം ഇല്ല. അപ്പം ഒരാളെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറക്കാർ കണ്ടുപിടിക്കേണ്ട ചില കാര്യങ്ങൾ അതിൽ ആ ഒരൊറ്റ ക്ഷണത്തിലുണ്ട്. അപ്പം അവിടെ ഭയങ്കര നമുക്ക് തോന്നി, ഭയങ്കര രസകരമായി തോന്നി ആ സംഭവം. ഈ പ്രസംഗിച്ച് വരുന്ന വഴിയിലാണ് ശ്രീമതി ടീച്ചർ വേദിയുടെ മുന്നിൽ ഇരിക്കുന്നതായിട്ട് അദ്ദേഹം കാണുന്നത്. സദസ്സിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ശ്രീമതി ടീച്ചർ എന്താ അവിടെ ഇരിക്കുന്നത്, ഞാൻ അകത്തേക്ക് വരൂ എന്ന് വിളിച്ച് ശ്രീമതി ടീച്ചറിന് ഒരു സീറ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു സീറ്റ് കൊടുത്തിട്ട് അവിടെ ഇരുത്തി. ഇത് ഇനിയുള്ള തലമുറ, അതായത് ഇനി പിന്നെ VD സതീശൻ്റെ കാലം കഴിയും, രാഷ്ട്രീയത്തിലെ ശ്രീമതി ടീച്ചറുടെ കാലം കഴിയും, അങ്ങനെ ആ ഇരിക്കുന്ന വേദിയിലിരിക്കും. ചെന്നിത്തല ഉണ്ടായിരുന്നു, ചെന്നിത്തലയുടെ കാലം കഴിയും. V മുരളീധരൻ ഇരിപ്പുണ്ടായിരുന്നു, V മുരളീധരൻ്റെ കാലം കഴിയും. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും കാലം കഴിയും. അപ്പോൾ ആ ഇരിക്കുന്ന ബാക്കിയുള്ള ഒരാൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, മറ്റൊരാൾ MLA ആണ്. അപ്പോഴും കഴിയാത്തൊരു കാര്യം എന്താ പറയുക, ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ എല്ലാ കാലത്തും ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അതാണ് അതിനകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. അതേസമയം ഈ VD സതീശൻ അടമൻ്റായിട്ട് വിമർശിച്ചിട്ടുണ്ട്, നമ്മളത് കാണാതെ പോകരുത്. ഇതേ ആള് തന്നെ MLA ആയിരിക്കുന്ന സമയത്തും പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തും ഒക്കെ ആയിട്ട് അദ്ദേഹം ഈ പറയുന്ന ശ്രീമതി ടീച്ചറിൻ്റെ നയങ്ങൾക്കെതിരെ, ശ്രീമതി ടീച്ചറിനെതിരെ ഒക്കെ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തിനായിരുന്നു ആ പ്രസംഗം, എന്തായിരുന്നു ആ പ്രസംഗം? അത് PK ശ്രീമതി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരിയോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. PK ശ്രീമതി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടായിരുന്നില്ല VD സതീശന്റെ കടന്നാക്രമണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ അദ്ദേഹം ചെയ്തത് എന്താ, ആരോടാണ് ചെയ്തത്? അത് എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ വിമർശനത്തിന് യോഗ്യമായ രീതിയിൽ പ്രവർത്തിച്ചപ്പോഴാണ്, വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്നുള്ള നിലയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതിനെ വിമർശിക്കാൻ VD സതീശൻ തയ്യാറായത്. ചില സൈബർ സഹാക്കന്മാരെല്ലാം ഇത് ഈ രീതിയിൽ ഇതൊരു നാടകമായിരുന്നു എന്നും ഇതിനു മുൻപ് ശ്രീമതി ടീച്ചറിനെ കുറിച്ച് VD സതീശൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അക്കാലത്തെ പ്രസംഗങ്ങൾ എടുത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് VD സതീശനെ ഇകഴ്ത്തി കാണിക്കുന്നതിന് തുല്യമാണ്, അല്ല അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അങ്ങനെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതായത് നമ്മൾ ഇവിടെ സൈബർ സഹാക്കളോട് പറയാനുള്ള കാര്യത്തിലുള്ളൂ, നിങ്ങൾ എടുത്ത് കാണിക്കുന്നതിന് മുൻപ് സതീശൻ എന്താണ് ചെയ്തതെന്നും എന്താണ് രാഷ്ട്രീയമെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്ന് മാത്രമേ സൈബർ സഹാക്കന്മാരോട് പറയാനുള്ളൂ. അവിടെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞ ഓണക്കാലമാണ്. ഈ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയര് ഒന്നും ഇല്ലായ്മയിൽ പോലും എങ്ങനെയെങ്കിലും ആ ഓണത്തെ ഒന്ന് കാണാൻ പറ്റിയ ഓണം ഉണ്ടണമെന്നാണല്ലോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എങ്ങനെയെങ്കിലും മുന്നോട്ട് തള്ളി നീക്കിയിരിക്കും. അത് കേരളത്തിന്റെ ഒരു പൊതു സംസ്കാര രീതിയാണ്, അതൊരു കാർഷികോത്സവമാണ്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഓണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പം ഇങ്ങനെ ആ ഒരു സംസ്കാരത്തിൽ അല്ലെങ്കിൽ അതിൽ നിൽക്കുന്ന സമയത്ത് എതിർചേരിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകയല്ല വിളിച്ചിരിക്കുന്നത്, സഹപ്രവർത്തകയാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അത് കരുതേണ്ടത്. ശരിക്കും കേരളത്തിൽ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, ജനതാദളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഒരുപാട് പാർട്ടികളുണ്ടല്ലോ. ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ സഹപ്രവർത്തകരാ, അല്ലാതെ ഇവര് തമ്മിൽ വ്യക്തിപരമായ ശത്രുതയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ V മുരളീധരൻ അവിടെ ഇരിക്കില്ലല്ലോ. കേന്ദ്രത്തില് പ്രതിപക്ഷ നേതാവും പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസും, പ്രധാനമന്ത്രിയായിട്ടുള്ള സർക്കാരായിട്ടിരിക്കുന്നത് അവിടുത്തെ പിന്നെ BJP-യുമാണ്. അത് അവിടെ മതി. ആ വാക്പോരുകളും അവരുടെ എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഒക്കെ സഭയ്ക്കകത്ത് മതി, അല്ലെങ്കിൽ പുറത്താകാം. ഇവ പിണറായി വിജയനുമായിട്ട്
പിണറായി വിജയനും വി ഡി സതീശനും ബദ്ധശത്രുക്കളായിട്ട് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവര് ബദ്ധശത്രുക്കളാണ്. പിണറായി വിജയൻ പൊളിറ്റിക്സ് വരുമ്പോൾ മാത്രം പിണറായി വിജയനെ കണ്ടു കഴിഞ്ഞാൽ വി ഡി സതീശൻ കടിച്ചു കീറി കൊല്ലും, അല്ലെ തിരിച്ച് വി ഡി സതീശനെ കണ്ടു കഴിയുമ്പോൾ പിണറായി വിജയൻ ഓടിച്ചിട്ട് തടിക്കും എന്നൊന്നുമില്ല അവിടെ. അത് എല്ലാ ഈ പറയുന്ന രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ നമ്മുടെ ഈ സൈബർ അണികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വി ഡി സതീശൻ നിയുക്ത മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് ആദ്യം കാണാൻ പോയത് ആരെയാണ്? കഴിഞ്ഞ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളിനെയാണ് അദ്ദേഹം കാണാൻ പോയത്. എന്നാ ചോദിക്കും, അത് പിന്നെ വി ഡി സതീശന്റെ നന്മയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് വി ഡി സതീശന് മാത്രം നന്മയല്ല. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി അധികാരം ഒഴിഞ്ഞ് പിണറായി വിജയൻ ആദ്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്ന സമയത്തും പിണറായി വിജയൻ നേരെ ഉമ്മൻചാണ്ടിയെ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ്? അതൊരു മര്യാദയുടെ ഭാഗമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വെറും ആശയങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. ആശയമാണ്, എൻ്റെ ആശയമല്ല നിന്റെ ആശയം എന്ന് പറയുന്ന പോലെ അതിനെ പൊരുത്തപ്പെടുത്താൻ കഴിയില്ല, ആശയങ്ങളെ പൊരുത്തപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ അതിന്മേലുള്ള തർക്കങ്ങളാണ്. ഈ രണ്ടുപേരും ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്? ഇപ്പൊ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എതിർക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയൻ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ രണ്ടുപേരും ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. അപ്പോൾ അതിനെ വിമർശനാത്മകമായിട്ടല്ല കാണുന്നത്, ഇതിനെയൊക്കെ കാവ്യാത്മകമായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നത്, ഇത്തരം സംഭവങ്ങളെ. കാര്യം അവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന യഥാർത്ഥ രാഷ്ട്രീയക്കാരന്റെ യഥാർത്ഥ മുഖമാണ് നമ്മളവിടെ കണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ല, നമുക്ക് ഒറ്റ നോട്ടത്തിലാണ് മനസ്സിലാക്കുന്നത്. ടീച്ചർ എന്താ അവിടെ ഇരിക്കുക, ടീച്ചർ കയറിയിരിക്കൂ, ഇതിനകത്ത് വേദിയിൽ വന്നിരിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ അതിശോക്തികരമല്ല. ഇതിനെ നമ്മൾ വാഴ്ത്തിപ്പാടേണ്ട ആവശ്യവും ഇല്ല. ഒന്നാലോചിച്ചാൽ വിമർശിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇതൊരു മനുഷ്യത്വമാണ്, ഇതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമാണ്. ഇതെല്ലാം അവിടെ ഉണ്ട്. നമ്മൾ ആ വേദി പിന്നീട് നോക്കുമ്പോഴാണ് ചെന്നിത്തല ഇരിക്കുന്നു, തൊട്ടടുത്ത് വി മുരളീധരൻ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് വേണം പറയാം, കണ്ടോ അവർ തമ്മിൽ അടുപ്പത്തിലാണ്. അപ്പം ഇവിടെ BJP കോൺഗ്രസ് ഡീല്, അതിന്റെ ഭാഗമായിട്ട് വി മുരളീധരനെ ഇരുത്തിയിരിക്കുന്നു. അല്ല, ജനപ്രതിനിധിയാണ് വി മുരളീധരൻ. കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് സഭയിലിരിക്കുന്ന ഒരു MLA ആണ് വി മുരളീധരൻ എന്ന് പറയുന്ന ആള്. അപ്പം സ്വാഭാവികമായും അദ്ദേഹത്തിന് അവിടെ ഒരു ഇരിപ്പിടമുണ്ട്. അതേസമയം PK ശ്രീമതിക്ക് അവിടെ ഇരിക്കാനുള്ള ഇതില്ല. കാര്യം ജനപ്രതിനിധി അല്ല ശ്രീമതി ടീച്ചർ. അപ്പം അങ്ങനെ എന്നിട്ട് പോലും പിന്നെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സതീശൻ വിളിച്ചു കയറ്റി, വിളിച്ച് വേദിയിൽ ഒരു സീറ്റ് കൊടുത്തു. അവിടെയാണ് രാഷ്ട്രീയമായ മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം കിടക്കുന്നത്. ഈ രാഷ്ട്രീയ മര്യാദ നമ്മൾ ഇനി വരും തലമുറയിലുള്ള, അത് ജെൻസി വന്നിരുന്നാലും ശരി, ഇനി അതല്ല ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ വന്നിരുന്നാലും, ചിലപ്പോൾ ഒരുപക്ഷെ BJPയും ഒക്കെ കടലെടുത്ത് പോയേക്കാം. CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ചിലപ്പം അവരുടെ ആശയങ്ങൾ കൊണ്ട് പുതിയ അണികൾ വരാത്തതുകൊണ്ടും ഒക്കെ കടലെടുത്ത് പോകുന്ന ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് ഒരു ചരിത്രം വന്നു കഴിഞ്ഞാലും ഇതൊരു ചരിത്ര രേഖയായി, അല്ലെങ്കിൽ അക്കാലത്ത് എന്തായാലും അക്കാലത്ത് സോഷ്യൽ മീഡിയ ഇതിനപ്പുറം ഫാസ്റ്റ് ആയിരിക്കും. ഈ പറയുന്ന പോലെ പിന്നെ മിക്കവാറും ഈ CCTV എന്നായിരിക്കും സോഷ്യൽ മീഡിയ ഉണ്ടാകുന്നത്. അപ്പൊ ആ നിലയ്ക്ക് വരെ ഇതൊരു പക്ഷേ മാറിയെന്നിരിക്കും. ആ സമയത്തും ഇത് ചർച്ച ചെയ്യപ്പെടും. ഇത് ഓരോ ഓണക്കാലത്ത് ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി മാറും. അതുകൊണ്ട് ഈ പറയുന്ന ഇതിന് മുഖ്യമന്ത്രി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അത് അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പ്രശംസനീയമായ ഒരു കാര്യമാണ്. എല്ലാ വൈരങ്ങളും മറന്നുകൊണ്ട്, രാഷ്ട്രീയമായ എതിർപ്പുകൾ മറന്നുകൊണ്ട്, സഹപ്രവർത്തകയായ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, അല്ലാതെ എതിർ രാഷ്ട്രീയക്കാരി എന്ന് പറയുന്നില്ല, സഹപ്രവർത്തക തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നത്. രണ്ടുപേരും പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ സഹപ്രവർത്തകരാണ്. അപ്പം അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യണമെന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കണമെന്നില്ല, അതല്ല ഇനിയും ഒരേ കൊടിക്കീഴിൽ അണിനിരക്കണമെന്നില്ല, ഒരേ സഭയിൽ ഇരിക്കണമെന്നില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ പൊതുവെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനസേവനമാണ്. ആ ജനസേവനത്തിൽ നിൽക്കുന്ന രണ്ടുപേര്, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, വിരുദ്ധ ചേരിയിലാവാം, അവരെല്ലാം പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. സോ അവർ തീർച്ചയായിട്ടും എന്താ പറയുക, സഹപ്രവർത്തകയോട് കാണിച്ച ആ ഒരു മര്യാദ ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു വഴികാട്ടിയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പാഠമാണ്. വരും തലമുറയ്ക്കുള്ള ഒരു മികച്ച ഒരു പാഠമായി തന്നെ അതിനെ കരുതേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കേരളം കാത്തിരുന്ന ഒരു കാഴ്ചയായിരിക്കും ഒരു പക്ഷേ അത്. നാളെ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുന്നവർക്ക് ഉള്ള ഒരു മുന്നറിയിപ്പ് പോലെ നിങ്ങൾ ഇതെല്ലാം വേണ്ട, ഇങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, ഇതെല്ലാം നമ്മളുടെ സഹപ്രവർത്തകരാണ് എന്ന് പറയാൻ തോട്ട് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും മഹനീയമായ ഒരു കർത്തവ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്.